മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയൊരു കാര്യം നടന്നു. അവിടെ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെൻറ് ചുമതലയാണ്, പോലീസിൻ്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. അതും ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെയല്ല. ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങൾ നടക്കും. ചിലപ്പോൾ ഏകകണ്ഠമായി, ചിലപ്പോൾ മത്സരത്തിൽ കൂടി. മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗിരിയുടെ പാരമ്പര്യം. പക്ഷെ 95 മാത്രം അത് നടന്നില്ല. തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗക്കാർക്ക് സ്വാമി പ്രകാശാനന്ദ നേതൃത്വം കൊടുക്കുന്ന ഭൂരിപക്ഷ പാനലിൽ വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ ന്യായം സ്വാമി പ്രകാശാനന്ദയ്ക്കും കൂട്ടർക്കും ഭരണമേൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കാവ്യവൽക്കരിക്കപ്പെടും. ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക. പ്രകാശാനന്ദയും കൂട്ടരും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു. കീഴ്ക്കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്കും അനുകൂലമായി വിധി എഴുതി. ആമീൻ പോകും. അവിടെ തടസ്സങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ചില സംഘർഷത്തിന് അന്തരീക്ഷം ഉണ്ടാകും. പോലീസ് ഇടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല. അവയെ പടങ്ങി വരും. അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ബെഞ്ചിൽ ആ കേസ് വന്നു. 2 ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു. ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായ ഭൂരിപക്ഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ്. അവർക്ക് അധികാരം കൈമാറ്റം നടത്തിയേ പറ്റൂ. അതിനെ ഗവൺമെൻറ് സഹായിക്കണം, പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു. ആമീനുമായി പ്രകാശാനന്ദ സ്വാമിയും കൂട്ടരും പോയി. അപ്പോഴും തടസ്സം മടങ്ങിപ്പോയി. രണ്ടാമതും പോയി, അപ്പോഴും തടസ്സം. മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം പറഞ്ഞു, ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം. അതിന് പോലീസിൻ്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ
കീഴ്ക്കോടതി വിധി ഉണ്ടായി. ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു. എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചനകൾ 3-4 മാസം നടന്നു, എതിർക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. മൂന്നാമത്തെ വിധി കഴിഞ്ഞും കുറേ ദിവസം കൂടി ഞങ്ങൾ കാത്തിരുന്നു, ഏതാനും ആഴ്ച കൂടി. അതിനുശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ട് എല്ലാം ആലോചിച്ച് ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബലിയാടാകും, ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാകും. അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ കൂടെ വിജയിച്ചവരും ശിവഗിരിയിലേക്ക് യാത്രയായി എത്തിച്ചേർന്നു. കൂടെ പോലീസും ഉണ്ടായിരുന്നു. അപ്പോഴും തടസ്സം വന്നു. അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഹൈക്കോടതി ഡയറക്ഷനുണ്ട്. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിൽക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. അവിടെ ശിവഗിരിയിലെ സ്വാമിമാർ 2 ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരം ഏൽപ്പിക്കാൻ മറുഭാഗം മടിച്ചപ്പോൾ, ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ, കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെൻറ്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമവാഴ്ച നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെൻറ് പോലീസ് അവിടെ ഇടപെട്ടത്. അതാണ് ഞാനെന്തോ അക്രമം കാണിച്ചെന്ന് പറയും. 21 വർഷമായി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിൽ നിന്ന് പോവുകയും ചെയ്തു, പിന്നെ ആരും പറയാനുമില്ല. ഇന്നലെ തന്നെ പറഞ്ഞിട്ട്, പക്ഷെ സംഭവിച്ച് ഞാൻ പറഞ്ഞതാണ്. എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഈ ഗവൺമെൻറ്റിനുള്ളൂ, മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെൻറ് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ശിവഗിരി സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് 96 നടന്ന ഇലക്ഷനിൽ വിജയികളായ LDFിൻ്റെ മുഖ്യമന്ത്രി EK നയനാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യമ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു, ജുഡീഷ്യൽ എൻക്വയറി. ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ, അതിൽ പങ്കെടുത്തവർ, അതിന് ഉത്തരവാദികൾ ആരൊക്കെ, പോലീസിൻ്റെ റോൾ എന്ത്, ഇതിനൊക്കെ എല്ലാം മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണ ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടടക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അഭ്യർത്ഥന, നയനാർ ഗവൺമെൻറ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ LDF അംഗങ്ങൾ അസംബ്ലിയിൽ പ്രസംഗിച്ചതുപോലാണോ അതോ മറിച്ചാണോ സംഭവിച്ചത്? ആ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലാണ്, എൻ്റെ കയ്യിലല്ല.
ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ആ റിപ്പോർട്ടൊന്നുകൂടെ പ്രസിദ്ധീകരിക്കുക. സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക. ആ റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.